ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2017 ജപ്പാനിൽ പുറത്തിറങ്ങിയ ലവ് ആൻഡ് ലൈസ് എന്ന സിനിമയാണ്. ഈ സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എന്തെന്നാൽ, ജപ്പാനിൽ ഗവൺമെന്റ് പുതിയതായി വളരെ വ്യത്യസ്തമായ ഒരു നിയമം കൊണ്ടുവരുന്നു. നിയമം എന്തെന്നാൽ, ആർക്കെല്ലാം 16 വയസ്സ് തികയുന്നുവോ അവർ ആരെയാണോ വിവാഹം ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഗവൺമെന്റ് അവരെ അറിയിക്കും. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ അറേഞ്ച്ഡ് മാരേജ് നടത്തുന്നത് പോലെ ഗവൺമെന്റ് തന്നെ അവർക്കുള്ള ആളെ റെഡിയാക്കി കൊടുക്കുന്നു. എന്നാൽ ഇതിലെ പ്രശ്നം എന്തെന്നാൽ, ഗവൺമെന്റ് കണ്ടുപിടിച്ച് നൽകുന്ന ആളെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവരെ തന്നെ വേണം അവർ വിവാഹം ചെയ്യാൻ. ഗവൺമെന്റ് കണ്ടുപിടിച്ച് നൽകിയവരെ വിവാഹം ചെയ്തവരാരും ഇതുവരെ ഡൈവേഴ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ സർക്കാരുടെ ആ നിയമം അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നു. സിനിമ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ സിനിമയിലെ നായികയായ ഓയിയെ കാണിക്കുന്നു. അവളാണെങ്കിൽ വളരെ വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം ഓയിക്ക് നാളെ 16 വയസ്സ് തികയുകയാണ്. അതിനാൽ തന്നെ അവളുടെ ഭാവി വരൻ ആരാണെന്നുള്ള കാര്യം ഗവൺമെന്റ് അവളെ അറിയിക്കും. അതിന്റെ സന്തോഷമാണ് ഓയിക്ക്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓയി തന്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടി പാർക്കിലൂടെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു നടക്കുകയായിരുന്നു. ഓയിയുടെ ഈ കൂട്ടുകാരന്റെ പേര് യൂട്ടോ എന്നാണ്. ഈ യൂട്ടോയാണ് ഈ സിനിമയിലെ നായകൻ. യൂട്ടോയ്ക്ക് ഓയിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നാൽ അവന്റെ ഇഷ്ടം ഇതുവരെ ഓയിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന് രണ്ട് കാരണമാണുള്ളത്. ഒന്ന് ഗവൺമെന്റിന്റെ റൂള്, രണ്ടാമത്തേത് ഉള്ള ഫ്രണ്ട്ഷിപ്പും കൂടി ഇല്ലാതാകുമോ എന്നുള്ള പേടി. യൂട്ടോ ഓയിയോട് ചോദിച്ചു, നാളെ നിന്റെ പിറന്നാളല്ലേ, നിനക്ക് സന്തോഷമാണോ അതോ പേടിയാണോ? പേടിയോ? എന്തിന്? നാളെ നിന്റെ ഭാവി വരൻ ആരാണെന്നറിയാമല്ലോ, അതോർത്ത് നിനക്ക് പേടിയൊന്നുമില്ലേ? ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. മാത്രവുമല്ല, ഞാൻ വളരെയധികം ആകാംക്ഷയിലും സന്തോഷത്തിലുമാണ്. അങ്ങനെ അവർ അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ യൂട്ടോ ഓയിയോട് പറഞ്ഞു, ഓയി, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. അപ്പോൾ സീൻ അവിടെ നിന്നും കട്ടായി ഓയിയുടെയും യൂട്ടോയുടെയും ചെറുപ്പം കാണിക്കുന്നു. അവർ രണ്ടുപേരും ചെറുപ്പത്തിൽ ഒരു സ്കൂൾ ഡ്രാമയിൽ അഭിനയിക്കുകയായിരുന്നു. ആ നാടകത്തിൽ യൂട്ടോ ആണെങ്കിൽ രാജകുമാരനായിട്ടാണ് അഭിനയിക്കുന്നത്. എന്നാൽ ഓയി ആകട്ടെ നാടകത്തിലൊക്കെ പൂവും മരവും ഒക്കെ കാണുമല്ലോ, അതിലെ ഒരു മരമായിട്ടാണ് വേഷമിട്ടിരുന്നത്. എന്നാൽ നമ്മുടെ ഓയിക്ക് രാജകുമാരിയുടെ വേഷം കിട്ടാത്തതിന്റെ സങ്കടമുണ്ടായിരുന്നു. രാജകുമാരൻ യൂട്ടോ രാജകുമാരിക്ക് ഉമ്മ കൊടുക്കുന്ന സീൻ വരുമ്പോൾ ഓയി ഞാനാണ് പ്രിൻസസ് എന്നും പറഞ്ഞ് ഓടി വന്ന് നമ്മുടെ യൂട്ടോയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു. അപ്പോൾ സീൻ കട്ടായി ഓയിയെയും യൂട്ടോയെയും കാണിക്കുന്നു. ഓയി യൂട്ടോയോട് അതൊക്കെ ഇപ്പോൾ എന്തിനാ പറയുന്നത് എന്നും ചോദിച്ച് രണ്ടുപേരും അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ ഓയിയുടെ വീട് കാണിക്കുന്നു. ഓയിയെ പോലെ തന്നെ ഓയിയുടെ അച്ഛനും അമ്മയ്ക്കും ഓയിയുടെ പാർട്ട്ണർ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു. കാരണം ഓയിയുടെ അച്ഛനും അമ്മയും ഗവൺമെന്റിന്റെ റൂൾ പ്രകാരം വിവാഹം ചെയ്തവരായിരുന്നു. ഇതുവരെയും അവർ തമ്മിൽ വലിയ അടിയുമിടിയുമൊന്നുമില്ലാതെ സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഓയിയുടെ അച്ഛനെ അമ്മയും കൂടാതെ ഒരു അങ്കിൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്കിൾ ആണെങ്കിൽ ഇപ്പോഴും സിംഗിൾ ആയിരുന്നു. ഓയി അങ്കിളിനോട് ഇത്രയും നാളായിട്ടും അങ്കിൾ എന്താണ് സിംഗിൾ ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. എന്നാൽ അങ്കിൾ വേഗം വിഷയം മാറ്റാനായി അവൾക്കായി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം വാങ്ങി ഓയി തന്റെ റൂമിൽ പോയി കിടക്കുന്നു. എന്നാൽ അവൾക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ ക്ലോക്കിലും നോക്കി എപ്പോൾ മെസ്സേജ് വരും എന്നും ആലോചിച്ച് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഓയിക്ക് യൂട്ടോയുടെ കോൾ വന്നത്. യൂട്ടോ ഓയിയോട് ഞാൻ നിന്റെ വീടിന്റെ പുറത്തുണ്ട്, വെളിയിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓയി യൂട്ടോയുടെ അടുത്തേക്ക് വന്നു. യൂട്ടോ ഓയിക്ക് തന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു പെൻഗ്വിൻ പാവ കൊടുക്കുന്നു. അതാണെങ്കിൽ നമ്മുടെ ഓയിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. യൂട്ടോ അവിടെ വെച്ച് ഓയിയോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഓയി അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവളാണെങ്കിൽ അവളുടെ ഭാവി വരൻ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു. അങ്ങനെ തന്റെ ടെൻഷൻ കുറയ്ക്കാനായി ഓയി യൂട്ടോയോട് പറഞ്ഞു, നമുക്ക് ഒന്ന് റിഹേഴ്സൽ ചെയ്താലോ? എന്ത്? ഞാൻ എന്റെ പാർട്ട്ണറെ കാണുമ്പോൾ എന്തൊക്കെയാണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഞാൻ നിന്നോട് പറയാം. അപ്പോൾ എനിക്ക് അവനെ കാണുമ്പോൾ നെർവസ് ആകാതെ അവനോട് സംസാരിക്കാൻ കഴിയും. ഓക്കെ, അതിനെന്താ? അങ്ങനെ ഓയി താൻ തന്റെ പാർട്ട്ണറെ കാണുമ്പോൾ എന്താണോ സംസാരിക്കാനുള്ളത് അതെല്ലാം യൂട്ടോയെ നോക്കി പറയുന്നു. എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ യൂട്ടോയ്ക്ക് ഓയി തന്നോട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് പോലെ തോന്നി. അതിനാൽ തന്നെ യൂട്ടോ തന്റെ ലവ് ഓയിയോട് പറയുന്നു. അതായത് യൂട്ടോ ഓയിയെ പ്രപ്പോസ് ചെയ്യുന്നു. പ്രപ്പോസ് ചെയ്യാൻ പറ്റിയ സമയമല്ലേ? എന്തായാലും അത് കേട്ട് ഓയി ഷോക്ക് ആകുന്നു. എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ ഓയി നിൽക്കുമ്പോൾ ഓയിക്ക് ഒരു മെസ്സേജ് വരുന്നു. അത് ഗവൺമെന്റിൽ നിന്നുള്ള മെസ്സേജ് ആയിരുന്നു. അതുവരെ ആ മെസ്സേജിനായി കാത്തിരുന്ന ഓയി ആ മെസ്സേജിന്റെ സൗണ്ട് കേട്ടിട്ടും അനങ്ങാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നു.
നിൽക്കുന്നു. ആ സമയം ഓയിയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നു. അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, അതവനാണ്, ഓയിയുടെ ഗവൺമെന്റ് തെരഞ്ഞെടുത്ത പാർട്ട്ണർ. അവന്റെ പേര് സസൂക്ക എന്നാണ്. ഓയിയുടെ പാർട്ട്ണറെ കണ്ട യൂട്ടോ ശരി നമുക്ക് പിന്നീട് കാണാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. യൂട്ടോ പോയി കഴിഞ്ഞപ്പോൾ ഇനി പാർട്ട്ണറുമായി സംസാരിക്കാം എന്ന് കരുതി ഓയി പാർട്ട്ണറിനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സസൂക്ക നമുക്ക് നാളെ കാണാം ബൈ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അത് കണ്ട ഓയി ഇവനെന്താടാ ഒരു ഫീലിംഗ്സും ഇല്ലാതെ റോബോട്ടിനെ പോലെ സംസാരിച്ചിട്ട് പോകുന്നത് എന്നും കരുതി അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ഓയിയും സസൂക്കയും തമ്മിൽ മീറ്റ് ചെയ്യുന്നതായി കാണിക്കുന്നു. സസൂക്ക അത്യാവശ്യം നല്ല ഒരു കാശുള്ള വീട്ടിലെ പയ്യനായിരുന്നു. അവന്റെ അച്ഛനാണെങ്കിൽ അവിടെയുള്ള ഒരു വലിയ ഹോസ്പിറ്റലിന്റെ ചെയർമാൻ ആയിരുന്നു. അതിനാൽ തന്നെ സസൂക്കയ്ക്കും ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. നമ്മുടെ ഓയി ആണെങ്കിൽ സസൂക്കയോട് വളരെയധികം സംസാരിച്ചെങ്കിലും സസൂക്ക അധികമൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഓയിയുടെ സംസാരം സഹിക്കാൻ വയ്യാതെ സസൂക്ക അവളെയും കൂട്ടി നേരെ അവിടെ നിന്നും ഒരു പാർക്കിലേക്ക് പോകുന്നു. പാർക്കിലെത്തിയ സസൂക്ക ഇന്നലെ ഞാൻ നിന്നെ കാണാൻ വന്നപ്പോൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നതാരാ, കൂട്ടുകാരനാണോ എന്ന് ചോദിച്ചു. അതെ, അതെന്റെ കൂട്ടുകാരനാണ് എന്ന് ഓയി പറയാൻ വന്നപ്പോഴേ അതാരായാലും എനിക്കൊന്നുമില്ല, നിന്റെ കൂട്ടുകാരെയൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഞാൻ ചുമ്മാ ഈ ഗവൺമെന്റിന്റെ നിയമം കാരണമാണ് നിന്നോട് സംസാരിക്കുന്നത് തന്നെ. അത് കേട്ട് ഓയി അയ്യോ ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് പറയാൻ വന്നപ്പോഴേക്കും സസൂക്ക അവിടെ നിന്നും പോയിരുന്നു. അത് കണ്ട് ഓയി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലെത്തിയ ഓയിയോട് കൂട്ടുകാരികൾ നീ വളരെയധികം ലക്കിയാണ്, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് സുന്ദരനായ രാജകുമാരനെ തന്നെ കിട്ടിയല്ലോ എന്ന് ചോദിച്ചു. അത് സത്യമായിരുന്നു എങ്കിലും അവന്റെ ഫീലിംഗ്സ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഓയി വളരെയധികം കുഴപ്പത്തിലുമായിരുന്നു. ഓയിയും സസൂക്കയും വളരെയധികം സ്ഥലങ്ങളിൽ ഒരുമിച്ച് കറങ്ങിയെങ്കിലും സസൂക്ക യാതൊരു ഫീലിംഗ്സും ഇല്ലാതെ ഒരു റോബോട്ടിനെ പോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഓയി എത്ര ശ്രമിച്ചിട്ടും അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഓയി അവൻ തന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടായിരിക്കും തന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. അതിനാൽ നാളെ അവനെ കാണാൻ പോകുമ്പോൾ പണക്കാരെ പോലെ ഒരുങ്ങിപ്പോയാൽ ഒരുപക്ഷെ അവൻ തന്നെ ശ്രദ്ധിക്കും എന്ന് കരുതി അടുത്ത ദിവസം പണക്കാരി ലേഡിയെ പോലെ കോസ്റ്റ്യൂം എല്ലാം ചെയ്ത് സസൂക്കയോടൊപ്പം പോകുന്നു. എന്നാൽ നമ്മുടെ സസൂക്ക അടുത്ത് ഓയി ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെയല്ലേ ഉടുപ്പ്. എന്നാലും നമ്മുടെ ഓയി അവനോട് സംസാരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. ഓയി പറയുന്ന കാര്യങ്ങൾ കേട്ടു എന്നല്ലാതെ സസൂക്ക അതിന് റിപ്ലൈ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഓയിക്ക് പിന്നെ ഇതെല്ലാം പതിവായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും തോന്നിയതുമില്ല. അങ്ങനെ ഇനി അവനെ തളയ്ക്കാൻ എന്ത് ചെയ്യും എന്നറിയാതെ ഓയി അവസാനം കൂട്ടുകാരൻ യൂട്ടോയുടെ അടുത്ത് തന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ യൂട്ടോ പറഞ്ഞു നീ ആദ്യം പോയി സസൂക്കയുടെ പേരൻസിനെ ഒന്ന് കാണൂ, അങ്ങനെ അവനെ കുറിച്ച് നിനക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. അവനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ്ങും ആകും. അടടാ ഇത്ര നാളായിട്ടും എനിക്കെന്താ ഇത് തോന്നാത്തത് എന്നും പറഞ്ഞ് അടുത്ത ദിവസം തന്നെ സസൂക്കയുടെ പേരൻസിനെ കാണാനായി ഓയി പോകുന്നു. സസൂക്കയുടെ വീട് നല്ല അമണ്ടൻ വീടായിരുന്നു. ആ വീട് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഓയിയുടെ കിളിയെല്ലാം പോയി. അങ്ങനെ മടിച്ച് ഓയി ആ വീടിനകത്ത് വന്നു. സസൂക്കയുടെ അമ്മ ഓയിയെ പോലെ തന്നെ നല്ല ജാലി ടൈപ്പ് ആയിരുന്നു. ഓയിയെ കണ്ടതും ചിരിച്ച് സന്തോഷത്തോടെയാണ് അമ്മ മിണ്ടിയത്. അച്ഛനാകട്ടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഏറെക്കുറെ ഒരു മിലിറ്ററി ഓഫീസറിനെ പോലെ തന്നെയാണ് അച്ഛൻ. അച്ഛൻ ഓയിയോട് പറഞ്ഞു നീയും ഇപ്പോൾ മുതൽ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരാളാണ്. അതിനാൽ തന്നെ നീ ഇനി മുതൽ നിന്റെ കുറെ ശീലങ്ങളെല്ലാം മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഞാൻ നിർദ്ദേശിക്കുന്നത് പോലെ വേണം നീ ഇനി മുതൽ നടക്കാൻ എന്നൊക്കെ അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് സസൂക്ക അങ്ങോട്ട് വന്നത്. സസൂക്ക നേരെ അവന്റെ അച്ഛന്റെ അടുത്ത് വന്ന് നിങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കേണ്ട ആവശ്യം അവൾക്കില്ല. നിങ്ങൾ എന്റെ മേൽ അധികാരം കാട്ടുന്നത് പോലെ അവളുടെ മേൽ അധികാരം കാണിക്കാൻ അത് നിങ്ങളുടെ മകളല്ല. അതിനാൽ അവളുടെ മേൽ നിങ്ങളുടെ അധികാരം കാണിക്കേണ്ട എന്നും പറഞ്ഞ് ഓയിയേം കൂട്ടി അവിടെ നിന്നും പോകുന്നു. ഓയിക്ക് അതെല്ലാം കണ്ട് സങ്കടമായെങ്കിലും സങ്കടത്തേക്കാൾ കൂടുതൽ സന്തോഷമായിരുന്നു. എന്തിനെന്നല്ലേ ആദ്യമായിട്ടാണ് സസൂക്ക അവൾക്ക് വേണ്ടി മറ്റൊരാളോട് സംസാരിക്കുന്നത്. അങ്ങനെ സസൂക്ക ഓയിയെ ബസ് കയറ്റി വിടാനായി ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിനായി കാത്തു നിൽക്കുന്നു. ആ സമയം സസൂക്ക ഓയിയോട് കുറച്ച് ബെറ്റർ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. സസൂക്ക പറഞ്ഞു എനിക്ക് ആരും ഫ്രണ്ട്സ് ആയിട്ടില്ല, അതിനാൽ തന്നെ എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു മടിയുമാണ്. എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപഴകേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കാരണം നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ സോറി. ഏയ് അതൊന്നും സാരമില്ല, എനിക്ക് നിന്നെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി, അതിനാലാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നത്. അതെന്തായാലും നന്നായി. നീ ആദ്യമായി എനിക്ക് വേണ്ടി സംസാരിച്ചു, എനിക്കത് ഒത്തിരി ഇഷ്ടമായി. നിനക്കിനി ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന്
പറയരുത്, നിനക്കൊരു ഫ്രണ്ടായും കൂടി ഞാൻ ഉണ്ടാകും എന്ന് ഓയി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓയിക്ക് പോകാനുള്ള ബസ് വന്നു. അങ്ങനെ ഓയി സൊസൂക്കയോട് യാത്ര പറഞ്ഞ് ബസ്സിൽ കയറാനായി പോകുന്നു. എന്നാൽ ആ സമയം നമ്മുടെ കള്ളൻ സൊസൂക്ക ഓയിയെ പിടിച്ചു നിർത്തി കിസ് ചെയ്യുന്നു. അങ്ങനെ സീൻ അവിടെ നിന്നും കട്ടായി അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ഓയി യൂട്ടോയോട് പറയുന്നതായി കാണിക്കുന്നു. നമ്മുടെ യൂട്ടോയ്ക്ക് ഓയി പറയുന്നതെല്ലാം കേട്ട് സങ്കടമായെങ്കിലും ഓയി സന്തോഷമായിരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ സങ്കടമെല്ലാം മറന്ന് അവനും ഓയിയോടൊപ്പം സന്തോഷിച്ചു. ഇതിൽ വലിയ കാര്യം എന്താണെന്നല്ലേ? അതെ, നാളെ യൂട്ടോയുടെ പിറന്നാളാണ്, 16ാം പിറന്നാൾ. നാളെ രാത്രി 12 മണിക്ക് യൂട്ടോയുടെ പാർട്ട്ണർ ആരാണെന്ന് ഗവൺമെന്റ് അവനെ അറിയിക്കും. ഓയി യൂട്ടോയ്ക്ക് ബർത്ത്ഡേ വിഷ് എല്ലാം ചെയ്തെങ്കിലും യൂട്ടോ അതിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. തന്റെ പാർട്ട്ണർ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം പോലും അവനുണ്ടായിരുന്നില്ല. കാരണം അവന് ഓയിയെ ആയിരുന്നു ഇഷ്ടം. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ഓയിയും സൊസൂക്കയും എപ്പോഴും പോലെ തന്നെ ഓരോരോ സ്ഥലത്ത് കറങ്ങുന്നതായി കാണിക്കുന്നു. ആ സമയം ഓയി യൂട്ടോയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനായി സൊസൂക്കയും കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അതൊന്നും സൊസൂക്കയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സൊസൂക്ക അത് വെളിയിൽ കാണിക്കാതെ ഗിഫ്റ്റ് മേടിക്കാൻ ഓയിയെ സഹായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം വാങ്ങിയതിനു ശേഷം അവർ അടുത്ത സ്ഥലത്ത് കറങ്ങാൻ പോയി. ആദ്യത്തെ അത്രയും ഉത്സാഹം സൊസൂക്കയ്ക്ക് ഇപ്പോഴില്ല എന്ന് മനസ്സിലാക്കിയ ഓയി, നിനക്ക് ഞാൻ യൂട്ടോയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിയത് ഇഷ്ടമായില്ല അല്ലേ എന്നും പറഞ്ഞ് സൊസൂക്കയെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഈ അസൂയയുടെ അർത്ഥം നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നാണ്. അത് കേട്ട സൊസൂക്കയ്ക്കും സന്തോഷമായി. മാത്രവുമല്ല ആദ്യമായി അവൻ ഓയിയെ നോക്കി ഒന്ന് ചിരിച്ചു. അങ്ങനെ അടുത്ത കിസ്. അങ്ങനെ സീൻ അവിടെ നിന്നും കട്ടായി അടുത്ത സീനിൽ ഓയി താൻ മേടിച്ച ഗിഫ്റ്റ് യൂട്ടോയ്ക്ക് കൊടുക്കുന്നതായി കാണിക്കുന്നു. അത് കഴുത്തിൽ ചുറ്റുന്ന ഒരു തരം ഷാൾ ആയിരുന്നു. എന്നിട്ട് യൂട്ടോയോട് പാർട്ട്ണർ ആരാണ്, പേരെന്താണ് എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നു. യൂട്ടോ പറഞ്ഞു, ഓ അവളോ, അവളുടെ വീട് കുറച്ച് ദൂരെയാണ്, അവളെ കാണണമെങ്കിൽ ഒത്തിരി ദൂരം യാത്ര ചെയ്യണം, അതിനാൽ അടുത്ത വെക്കേഷന് കാണാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഓ അങ്ങനെയാണോ, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും സൊസൂക്കയും ഇന്ന് കറങ്ങാൻ പോകുന്നുണ്ട്, നീയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ഇന്നത്തെ ദിവസം നമുക്ക് 3 പേർക്കും ചേർന്ന് അടിച്ചു പൊളിക്കാം. അത് കേട്ട യൂട്ടോയ്ക്ക് അതിൽ വലിയ താല്പര്യം ഇല്ലായിരുന്നു. എങ്കിലും ഓയിയെ വിഷമിപ്പിക്കാൻ മനസ്സില്ലാതെ അവസാനം അവളുടെ കൂടെ വരാം എന്ന് യൂട്ടോ സമ്മതിക്കുന്നു. ഒന്നാമത് സൊസൂക്കയ്ക്ക് ഓയി യൂട്ടോയുടെ അടുത്ത് കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ലായിരുന്നു. എന്നാലും സൊസൂക്ക ഓക്കെ പറയുന്നു. മാത്രവുമല്ല ഓയി യൂട്ടോയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത ആ ഷാളില്ലേ, അത് സെലക്ട് ചെയ്തത് സൊസൂക്കയായിരുന്നു. അതറിഞ്ഞ യൂട്ടോ സൊസൂക്കയോട്, ഷാൾ നല്ല അടിപൊളിയാണെന്നും ഇത് ഇവൾ സെലക്ട് ചെയ്തതല്ലെന്നും എനിക്ക് നേരത്തെ അറിയാമെന്നും പറഞ്ഞു. കാരണം എനിക്കിഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ഓയിക്ക് അറിയാം, ഇതെന്റെ ഫേവറേറ്റ് കളർ അല്ല എന്നും പറഞ്ഞു. ആദ്യം യൂട്ടോയെ ഇഷ്ടമല്ലാതിരുന്ന സൊസൂക്കയ്ക്ക് പോകെ പോകെ പതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം പോയതറിഞ്ഞില്ല, ഏറെക്കുറെ രാത്രിയാകാൻ തുടങ്ങി. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓയി അവിടെയുള്ള പാവയൊക്കെ വിൽക്കുന്ന കടയെത്തിയപ്പോൾ, ഞാൻ അതെല്ലാം കണ്ടിട്ട് ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് കടക്കകത്തേക്ക് പോകുന്നു. ഓയി കടക്കകത്തേക്ക് പോയതും യൂട്ടോ സൊസൂക്കിയോട്, നിങ്ങൾ രണ്ടുപേരും കുറെ നാളായില്ലേ ഒരുമിച്ച് കറങ്ങാൻ തുടങ്ങിയിട്ട്, ഇത്ര നാളായിട്ടും ഓയിക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് നിനക്കറിയാമോ, എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തതെന്ന് അറിയാമോ, അവളുടെ ഹോബീസ് എന്തൊക്കെയാണെന്ന് അറിയാമോ എന്നൊക്കെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ സൊസൂക്കയ്ക്ക് ഓയിയെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം കേട്ട് സൊസൂക്കയ്ക്ക് സങ്കടം കൂടിക്കൂടി അവസാനം ദേഷ്യമായി. ആ ദേഷ്യത്തിൽ സൊസൂക്കയുടെ നിയന്ത്രണം പോകുന്നു. സൊസൂക്ക യൂട്ടോയെ പിടിച്ച് ഒറ്റത്തള്ളു. അതെല്ലാം കണ്ട് ഓയി ഓടി വന്ന് അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നു. സോറി, ഞാൻ വരാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് യൂട്ടോ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത ദിവസം സ്കൂൾ കാണിക്കുന്നു. എന്നാൽ അടുത്ത ദിവസം മുതൽ യൂട്ടോ സ്കൂളിൽ വരുന്നുണ്ടായിരുന്നില്ല. താൻ കാരണമാണല്ലോ യൂട്ടോ സ്കൂളിൽ വരാത്തത് എന്നോർത്ത് ഓയിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. താൻ കാരണമാണല്ലോ യൂട്ടോ സ്കൂളിൽ വരാത്തത് എന്നോർത്ത് ഓയിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സീനിൽ സൊസൂക്ക ഓയിക്ക് ഫോൺ ചെയ്യുന്നതായി കാണിക്കുന്നു. സൊസൂക്ക പറഞ്ഞു, എനിക്ക് ടോക്കിയോയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടി, അതിനാൽ അടുത്ത ഒരു 6 വർഷത്തേക്ക് ഹയർ സ്റ്റഡീസിനായി ഞാൻ ടോക്കിയോയിലേക്ക് പോവുകയാണ്. നിനക്ക് ഓക്കെ ആണെങ്കിൽ നിനക്കും എന്റെ കൂടെ വരാം. അടുത്ത ആഴ്ച അവിടെ ഓപ്പൺ ക്യാമ്പസ് നടക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അത് കേട്ടതും ഓയിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അതിനാൽ ഓയി, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവിടെയുള്ള നിയമം അനുസരിച്ച് 16 വയസ്സ് തികഞ്ഞാൽ വിവാഹം കഴിക്കാമായിരുന്നു. എന്തെന്നാൽ 16 വയസ്സാകുമ്പോൾ അവരുടെ പാർട്ട്ണർ ആരാണെന്ന് ഗവൺമെന്റ് തന്നെയാണല്ലോ അറിയിക്കുന്നത്. ഓയിക്ക് സൊസൂക്ക
സൊസൂക്കയുടെ കൂടെ ധൈര്യമായി പോകാനുള്ള വഴി സൊസൂക്കയെ വിവാഹം കഴിക്കുക എന്നതായിരുന്നു. എന്നാൽ ഓയിക്ക് ഇപ്പോഴേ കല്യാണം നടത്തുന്നത് നല്ലതാണോ എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ടായിരുന്നു. അതിനാൽ ഓയി ആ സംശയം ഓയിയുടെ അങ്കിളിന്റെ അടുത്താണ് ചോദിക്കാൻ പോയത്. അങ്കിളിനെ ഓർമ്മയുണ്ടല്ലോ, സിംഗിൾ ആയിട്ടുള്ള അങ്കിൾ. അങ്ങനെ അടുത്ത ദിവസം ഓയി വന്ന് തന്റെ സംശയം അങ്കിളിനോട് ചോദിച്ചു. അത് കേട്ട അങ്കിൾ ഓയിയോട് ചോദിച്ചു, എന്റെ മാര്യേജ് ലൈഫിനെ കുറിച്ച് നിനക്കറിയാമോ? അത് കേട്ട് ഓയിക്ക് അത്ഭുതമായി. എന്ത്, അങ്കിളിന്റെ കല്യാണം കഴിഞ്ഞതാണോ? അതെ, ഗവൺമെന്റ് കാണിച്ചു തന്ന പാർട്ട്ണറിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്റെ ഭാര്യയെ നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കാരണം കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും വിദേശത്തേക്ക് പോയിരുന്നു. എന്നാൽ തിരിച്ചു വന്നത് ഞാൻ മാത്രമാണ്. എന്തെന്നാൽ അവൾ ഓൾറെഡി ഒരാളുമായി ഇഷ്ടത്തിലായിരുന്നു. അവനെ അവിടെ വെച്ച് അവൾ വിവാഹം ചെയ്ത് അവന്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ. നമ്മുടെ നാട്ടിൽ നിന്നാലല്ലേ സ്നേഹിച്ചവരെ കല്യാണം കഴിക്കാൻ കുഴപ്പമുള്ളൂ. അവൾക്ക് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് എന്നെ കല്യാണം കഴിച്ചത് തന്നെ. അതെല്ലാം കേട്ട് ഓയിയുടെ മനസ്സ് പിഴയുന്നുണ്ടായിരുന്നു. എന്തെന്നാൽ ഗവൺമെന്റ് കണ്ടുപിടിച്ചു കൊടുക്കുന്ന പാർട്ട്ണറെ കല്യാണം കഴിച്ചവരെല്ലാം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നായിരുന്നു ഓയിയുടെ വിചാരം. എന്നാൽ തന്റെ വീട്ടിൽ തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു ജീവനോടെയുള്ള രക്തസാക്ഷി ഉണ്ടെന്ന് താൻ അറിയാൻ വൈകിപ്പോയിരുന്നു. അങ്കിൾ പറഞ്ഞു, നിനക്കിഷ്ടമാണെങ്കിൽ നീ അവനെ തന്നെ കല്യാണം കഴിച്ചോളൂ. എന്നാൽ നിനക്കിഷ്ടമില്ലാത്ത ഒരു കല്യാണം മറ്റുള്ളവർ കൊടുക്കുന്ന പ്രഷർ മൂലം ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ കല്യാണം എന്നത് അവസാനമല്ല, എല്ലാത്തിന്റെയും ഒരു തുടക്കമാണ്. നിന്റെ അവസാനം വരെയുള്ള തുടക്കം. നിനക്കിഷ്ടമില്ലാത്ത പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഗവൺമെന്റ് കൊടുക്കുന്ന ശിക്ഷയും വാങ്ങി ഇഷ്ടമുള്ളയാളുടെ കൂടെ ജീവിക്കുന്നതാണ്. അവസാനം ഓയി സൊസൂക്കയുടെ കൂടെ ടോക്കിയോയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ടോക്കിയോ കാണിക്കുന്നു. ടോക്കിയോയിലെത്തിയ ഓയിയും സൊസൂക്കയും അവരുടെ മെയിൻ പരിപാടിയായ കറക്കം തുടർന്നുകൊണ്ടേയിരുന്നു. ഒപ്പം തന്നെ സൊസൂക്ക ആ യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളും ഒരു വശത്ത് നടത്തുന്നുണ്ടായിരുന്നു. സൊസൂക്കയുടെ കൂടെ ഓയിയും ക്യാമ്പസിൽ പോയെങ്കിലും അവിടെ നടക്കുന്ന ക്ലാസിന്റെ ബോറടിയിൽ അവൾ ക്ലാസ്സിൽ വെച്ച് തന്നെ ഉറക്കം ആരംഭിച്ചു. നമ്മുടെ സൊസൂക്ക ഇപ്പോൾ പഴയതുപോലെ ആയിരുന്നില്ല. ഓയി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവൻ ഇപ്പോൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അവർ ടോക്കിയോ മുഴുവനും ചുറ്റിക്കറങ്ങി. ഒരു ദിവസം സൊസൂക്ക ഓയിയെയും കൂട്ടി ഒരു പള്ളിയിലെത്തി. പള്ളിയിലെത്തിയതും സൊസൂക്ക ഓയിക്ക് സമ്മാനമായിട്ട് അവൾ കുറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു ക്യാറ്റ് ഡോളിനെ കൊടുക്കുന്നു. സൊസൂക്ക കൊടുത്ത ആ ക്യാറ്റ് ഡോളിനകത്ത് ഒരു എൻഗേജ്മെന്റ് റിംഗ് ഉണ്ടായിരുന്നു. അത് കണ്ട് ഓയിക്ക് വളരെയധികം സന്തോഷമായി. ഓയി സൊസൂക്കയുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അവർ കല്യാണത്തിനുള്ള ജോലികൾ ആരംഭിച്ചു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലെത്തിയ ഓയി സൊസൂക്ക തന്നെ പ്രപ്പോസൽ ചെയ്ത കാര്യവും താൻ അതിന് ഓക്കെ പറഞ്ഞതുമെല്ലാം തന്റെ കൂട്ടുകാരോടെല്ലാം പറയുന്നു. കൂട്ടുകാർക്കെല്ലാം അത് കേട്ട് വളരെയധികം സന്തോഷമായി. എന്നാൽ നമ്മുടെ ഓയിക്ക് മാത്രം ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്തെന്നാൽ യൂട്ടോ ഇപ്പോഴും സ്കൂളിൽ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇനി കല്യാണത്തിന് ഒരാഴ്ച മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ ഓയി സൊസൂക്കയോട്, എനിക്ക് നിന്റെ അമ്മയെയും അച്ഛനെയും ഒന്നുകൂടി കാണണം, അവരുടെ അനുഗ്രഹം വാങ്ങണം എന്ന് പറഞ്ഞു. എന്നാൽ സൊസൂക്ക, അത് വേണ്ട, അതിന്റെ ആവശ്യവുമില്ല. അവർ പേരിന് മാത്രമാണ് എന്റെ മാതാപിതാക്കൾ. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കാറ്. അതിനാൽ നീ അവരെ കാണേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് നടക്കുന്ന കാര്യമല്ല, അതിനാൽ ഇനി തന്റെ വഴിയെ തന്നെ നടത്താം എന്നും പറഞ്ഞ് ഓയി സൊസൂക്ക അറിയാതെ സൊസൂക്കയുടെ അച്ഛനെ കാണാനായി പോകുന്നു. ഓയി സൊസൂക്കയുടെ അച്ഛനെ കാണാൻ പോയത് അദ്ദേഹം നടത്തുന്ന ആശുപത്രിയിലായിരുന്നു. അങ്ങനെ സൊസൂക്കയുടെ അച്ഛന്റെ അടുത്ത് ഓയി താനും സൊസൂക്കയും വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ വളരെ നല്ല പെൺകുട്ടിയാണ്, നിങ്ങൾ അവനെ മാറ്റിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വഴക്കുണ്ടാക്കാതെ രണ്ടുപേരും സന്തോഷമായി ജീവിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഭാവി അമ്മായപ്പനുമായി സംസാരിച്ചിട്ട് ഓയി അവിടെ നിന്നും പോകാനായി തുടങ്ങുമ്പോഴാണ് സൊസൂക്ക അവന്റെ അച്ഛനെ കാണാനായി അങ്ങോട്ട് വരുന്നത് ഓയി കണ്ടത്. സൊസൂക്ക അവന്റെ അച്ഛനെ കാണാൻ പോകുന്നത് കണ്ടപ്പോൾ ഓയിക്ക് സംശയമായി. എന്തെന്നാൽ സൊസൂക്ക തന്റെ അച്ഛനോട് മിണ്ടാറില്ല, പിന്നെ എന്തിനാണ് അവൻ അവന്റെ അച്ഛനെ കാണാൻ പോകുന്നത് എന്നും വിചാരിച്ച് ഓയി സൊസൂക്കയെ പിന്തുടർന്ന് സൊസൂക്കയുടെ അച്ഛന്റെ റൂമിനടുത്തെത്തി. റൂമിലെത്തിയ സൊസൂക്ക അവന്റെ അച്ഛന്റെ അടുത്ത് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണമെന്ന് പറയുന്നു. അത് എന്ത് റെക്കമെൻഡേഷൻ ലെറ്റർ ആണെന്നല്ലേ? അവന്റെ ഒരു കൂട്ടുകാരന് ബ്രെയിൻ ട്യൂമർ ആണ്. അതിനാൽ അവന് വിദേശത്തുള്ള ഒരു വലിയ ആശുപത്രിയിൽ ചികിത്സിക്കാൻ സാധിക്കൂ. എന്നാൽ അവന്റെ കയ്യിൽ അതിനുള്ള പണമില്ലാത്തതിനാൽ ചികിത്സയൊന്നും ചെയ്യാതിരിക്കുകയാണ്. സൊസൂക്കയുടെ അച്ഛനാണെങ്കിൽ ഇവിടെയുള്ള ഒരു വലിയ ഹോസ്പിറ്റലിന്റെ MD-യുമാണ്. അതിനാൽ സൊസൂക്കയുടെ അച്ഛന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പൈസ കുറച്ചു കൊടുത്താൽ മതിയാകും. അതിനാൽ
അതിനാൽ സൊസൂക്ക വളരെയധികം കാലു പിടിച്ചാണ് ആ റെക്കമെൻഡേഷൻ ലെറ്റർ അച്ഛന്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്തത്. അതുപോട്ടെ, ബ്രെയിൻ ട്യൂമർ ഉള്ള ആ കൂട്ടുകാരൻ ആരാണെന്നല്ലേ? അത് നമ്മുടെ ഓയിയുടെ കൂട്ടുകാരൻ യൂട്ടോ ആയിരുന്നു. നമ്മുടെ ഓയി ആണെങ്കിൽ സൊസൂക്കയും അച്ഛനും സംസാരിക്കുന്നത് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. യൂട്ടോയ്ക്കാണ് ഈ അസുഖമെന്ന് കേട്ട ഓയി അങ്ങനെ കുറച്ചു നേരം ചെക്കായി നിന്നു പോയി. അങ്ങനെ സൊസൂക്ക അച്ഛന്റെ കയ്യിൽ നിന്നും വാങ്ങിയ റെക്കമെൻഡേഷൻ ലെറ്ററുമായി യൂട്ടോയുടെ അടുത്തെത്തി. ആ ലെറ്റർ യൂട്ടോയ്ക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ലെറ്ററുമായി പോയാൽ മതി, നിനക്കിഷ്ടമുള്ള എത്ര വലിയ ഹോസ്പിറ്റലിലും നിനക്ക് ചികിത്സ നടത്താനാകും. യൂട്ടോയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഓയ്ക്ക് പോലും അറിയില്ലാത്ത ഈ അസുഖത്തെ കുറിച്ച് സൊസൂക്ക എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? ഒരിക്കൽ ഓയിയും യൂട്ടോയും സൊസൂക്കയും ഒരുമിച്ച് കറങ്ങാൻ പോയിട്ട് അവസാനം യൂട്ടോയും സൊസൂക്കയും തമ്മിൽ വഴക്കുണ്ടാകില്ലേ? അന്ന് യൂട്ടോയെ സൊസൂക്ക തള്ളിവിടുമ്പോൾ യൂട്ടോയുടെ ബാഗിൽ നിന്നും അവൻ കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക താഴെ വീഴും. അത് കിട്ടിയത് സൊസൂക്കയുടെ കയ്യിലാണ്. അങ്ങനെയാണ് സൊസൂക്ക യൂട്ടോയുടെ അസുഖത്തെ കുറിച്ച് അറിയുന്നത്. യൂട്ടോ പറഞ്ഞു, നന്ദി, നിങ്ങൾ വലിയ മനസ്സിന്റെ ഉടമയാണ്. ഓയിയോട് എന്റെ ഈ അസുഖത്തിനെ കുറിച്ച് അറിയിക്കാതിരുന്നതിന് വളരെയധികം നന്ദി. അവൾ ഒരു പാപമാണ്. അവൾക്കൊരിക്കലും ഇത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവളുടെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് താങ്ങാൻ കഴിയില്ല. അവൾ എപ്പോഴും സന്തോഷമായി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഒപ്പം ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാനും. അവളെ നന്നായി നോക്കണം. അവൾ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന സമയം അവളെ കൂടുതൽ കെയർ ചെയ്യുക. അവൾ അപ്പോൾ എന്തെങ്കിലും കഷ്ടത്തിലായിരിക്കും. അവൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ അവൾ മറ്റാരോടും ചോദിക്കാറില്ല, അത് അവരെ ബുദ്ധിമുട്ടിച്ചാലോ എന്നോർത്ത്. അതിനാൽ അവൾക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞു ചെയ്യുക. അവളുടെ മനസ്സിലുള്ളതെല്ലാം അവളുടെ മുഖത്തുണ്ടായിരിക്കും. അവൾ കള്ളം പറയുമ്പോൾ അവളുടെ കൈകൾ അവൾ അറിയാതെ തന്നെ മുടിയിൽ തൊടുന്നുണ്ടാകും. ഞാൻ അവളുടെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനാണ്. അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതെല്ലാം ഞാൻ ഇപ്പോൾ നിന്നോട് പറയുന്നത് അവളെ എപ്പോഴും സന്തോഷമായി നീ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനാലാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് സൊസൂക്ക യൂട്ടോയോട് പറഞ്ഞു, ഉറപ്പായും ഞാൻ അവളെ വേദനിപ്പിക്കില്ല. അവളുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ തന്നെ സന്തോഷത്തോടെ ജീവിക്കും. നീ പ്രതീക്ഷ കൈവിടരുത്. നിന്റെ ഈ അസുഖം ഉറപ്പായും മാറും. അങ്ങനെ സീൻ കട്ടായി അടുത്തതായി കല്യാണ ദിവസം കാണിക്കുന്നു. എല്ലാവരും റെഡിയായി പള്ളിയിൽ എത്തിയിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും എത്തിയിരുന്നെങ്കിലും കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും മാത്രം എത്തിയിരുന്നില്ല. അങ്ങനെ ചർച്ചിന് വെളിയിൽ കാണിക്കുന്നു. നമ്മുടെ ഓയി അവിടെ സങ്കടത്തോടെ നിൽക്കുകയായിരുന്നു. അത് കണ്ട സൊസൂക്ക ഓയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ഡ്രസ്സിൽ നീ വളരെയധികം സുന്ദരിയാണ്. പിന്നെ എന്തിനാണ് ഇപ്പോൾ സങ്കടപ്പെടുന്നത്? ഏയ്, അങ്ങനെയൊന്നുമില്ല. നിനക്ക് യൂട്ടോയെ ഇഷ്ടമാണോ? നീ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അത് കേട്ട് ഓയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഓയ് തന്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് ഇല്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഓയി കള്ളം പറയുമ്പോഴാണല്ലോ മുടിയിൽ പിടിക്കുന്നത്. അത് സൊസൂക്കയ്ക്കും അറിയാം. നീ കള്ളം പറയുമ്പോൾ നിന്റെ മുടിയിൽ പിടിക്കുമെന്ന് യൂട്ടോ എന്നോട് പറഞ്ഞിരുന്നു. അതിനാൽ നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന് എനിക്ക് മനസ്സിലായി. നീ ഇനിയും എന്താണ് ആലോചിക്കുന്നത്? എന്നെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട. നീ കാരണം എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. ഒരു ഫ്രണ്ട് പോലും ഇല്ലാതിരുന്ന എനിക്ക് കൂട്ടുകാരുടെ വില എന്താണെന്ന് മനസ്സിലായി. എന്റെ അച്ഛനുമായി അത്ര അടുപ്പമില്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ അച്ഛനുമായി നല്ല ബന്ധമാണ്. അങ്ങനെ പലതും. ഈ ഭൂമിയിൽ യൂട്ടോയെ പോലെ നിന്നെ സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത ഒരാൾ കാണുകയില്ല. അവന് നിന്നെ കുറിച്ച് എല്ലാം അറിയാം എന്നും പറഞ്ഞ് സൊസൂക്ക തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് ഓയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് യൂട്ടോ പോകുന്ന വിമാനത്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. 1 മണിക്കാണ് അവന്റെ ഫ്ലൈറ്റ്. ഇപ്പോൾ പോയാൽ അവനെ കാണാം. ഇവിടുത്തെ കാര്യമോർത്ത് നീ വിഷമിക്കേണ്ട. അതെല്ലാം ഞാൻ സെറ്റാക്കിക്കോളാം. നീ വേഗം അവന്റെ അടുത്തേക്ക് പോയിക്കോളൂ. അത് കേട്ട് ഓയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയായിരുന്നു. അത് കണ്ട സൊസൂക്ക പറഞ്ഞു, കരയരുത്. കരയുന്നത് യൂട്ടോയ്ക്ക് ഇഷ്ടമല്ല, എനിക്കും. ഓയി സൊസൂക്കയ്ക്ക് എല്ലാത്തിനും നന്ദി പറഞ്ഞു. അതിനുശേഷം അവിടെ നിന്നും നേരെ യൂട്ടോയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഓയി യൂട്ടോയുടെ അടുത്തെത്തി. ഓയിയെ കണ്ട യൂട്ടോ, നീ ഇവിടെ എന്തെടുക്കുകയാണ്? ഇന്ന് നിന്റെ കല്യാണമല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട ഓയി യൂട്ടോയ്ക്ക് ലവ് പ്രപ്പോസൽ ചെയ്യുന്നു. അത് കേട്ട് യൂട്ടോയ്ക്ക് വളരെയധികം സന്തോഷമായെങ്കിലും ഇല്ല ഓയി, അത് നടക്കില്ല എന്ന് യൂട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓയി യൂട്ടോയെ പിടിച്ച് കിസ് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ അസുഖത്തെ കുറിച്ചെല്ലാം എനിക്കറിയാം. നിന്റെ സന്തോഷത്തിൽ മാത്രമല്ല ദുഃഖത്തിലും ഞാൻ ഉണ്ടാകും. കാരണം ഐ ലവ് യു എന്ന് പറയുമ്പോഴേക്കും ഈ സിനിമ അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ സിനിമ വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകളുടെ എക്സ്പ്ലനേഷൻ കേൾക്കാനായി മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ്
ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ സിനിമയുടെ ലിങ്ക് വേണ്ടവർ മനു മൂവീസ് എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.